ഈ അടുത്തായിട്ട് നമ്മുടെ കമ്പനി ഒരു കുറച്ച് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കഴിച്ച് അനുഭവമുള്ളവരൊന്നും ഉണ്ടാവില്ല, കാരണം ഈ അടുത്താണ് അത് വന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ പല ആളുകൾക്കും അത് ഏതിനുള്ളതാണ്, എന്താണ് അതിലുള്ള ആവശ്യം എന്ന് അറിയാത്ത പുതുതായി കടന്നു വന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇതേക്കുറിച്ച് ചെറിയ വിവരണം കൊടുക്കുക എന്നതാണ് ഉദ്ദേശം. ആദ്യമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുരിങ്ങ എന്ന് പറയുന്നത്. മുരിങ്ങയെ സംബന്ധിച്ച് കേരളക്കാരായ നമുക്ക് ഒരിക്കലും വിശദീകരിച്ച് തരേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ നാം നെറ്റിലൂടെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മുരിങ്ങയെ സംബന്ധിച്ച് തന്നെ പഠനമുണ്ട്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, മുരിങ്ങ എന്നത് ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് അതിന്റെ കായ, എങ്ങനെയാണ് അതിന്റെ രുചി, എങ്ങനെയാണ് അതിന്റെ പൂവ് എന്നൊന്നും ഒരിക്കലും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് വളരെയധികം സുപരിചിതമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ മുരിങ്ങ എന്ത് എന്ന് വിശദീകരിക്കുന്നില്ല. അതിൽ നിന്നുള്ള ഔഷധ വീര്യമുള്ളത് നമുക്കൊരു ക്യാപ്സൂൾ രൂപത്തിലാക്കി കമ്പനി നമ്മുടെ മുമ്പിലേക്ക് അത് ന്യൂട്രാസ്യൂട്ടിക്കൽ ആക്കിയിട്ട് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നത്? കേവലം ഒന്ന് മനസ്സിലാക്കുക. അഥവാ ന്യൂട്രീഷനും ഫാർമസ്യൂട്ടിക്കലും കൂടിയിട്ടുള്ളതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ. ഈ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ലക്ഷ്യം, ഫാർമസ്യൂട്ടിക്കൽ എന്നാൽ ഒറ്റയടിക്ക് മനസ്സിലാക്കുക മരുന്നുകളുടെ നിർമ്മാണം. എന്നാൽ മരുന്നല്ലാത്ത, ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന, ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി അത് നിർമ്മിക്കുന്ന ഒരു വിഭാഗമാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ഒരു സംവിധാനത്തിലാണ് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഈ മുരിങ്ങ എന്ന് പറഞ്ഞ ഈ ഉൽപ്പന്നം അത് പോഷക സമ്പുഷ്ടമാണ്. വളരെയധികം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ കാൽസ്യം ഉണ്ട്, ഇരുമ്പ് തുടങ്ങിയ അയൺ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതിനു പുറമെ വിറ്റാമിൻ എ, സി, ഇ എന്നിവയൊക്കെ ഉൾപ്പെട്ടതാണ് മുരിങ്ങ എന്നത്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി നമുക്ക് കിട്ടിയ അതിൽ അടങ്ങിയിട്ടുള്ളത് ചില വസ്തുക്കൾ. ഒന്ന്, മുരിങ്ങയോട് കൂടി തന്നെ അതിൽ ടർമറിക് അഥവാ മഞ്ഞള്, അതുപോലെ തന്നെ പൈപ്പറിൻ കുരുമുളകിൽ നിന്നുള്ള സത്ത, ഈ മൂന്നെണ്ണമാണ് വളരെ പ്രധാനമായിട്ട് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തത് അത് റിച്ച് ന്യൂട്രിയൻസ് ആണ്. ഏറ്റവും നല്ല ന്യൂട്രിയൻസ് കൊണ്ട്, പോഷകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ആ മുരിങ്ങയിൽ. അപ്പൊ മുരിങ്ങ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ വളരെ പ്രധാനമായി നാം ശ്രദ്ധിക്കുക. ആദ്യം അതിൽ മുരിങ്ങയാണ് പ്രധാനപ്പെട്ടത്. ആ മുരിങ്ങയ്ക്ക് ശേഷം പിന്നെയാണ് പൈപ്പറിൻ, കുരുമുളകിന്റെ ഒരു സത്ത. അതിന് ശേഷമാണ് മഞ്ഞൾ. ഈ മൂന്നെണ്ണമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അതേക്കുറിച്ചൊന്ന് ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ, എന്തിനൊക്കെയാണ് മുരിങ്ങ സാധാരണ ഉപയോഗിക്കുന്നത്? നമുക്ക് പോഷകം കിട്ടുന്നത് പോലെ തന്നെ നല്ല ഒരു ആന്റി ഇൻഫ്ലമേഷൻ അതിൽ നടക്കുന്നുണ്ട്. ഇവർക്ക് പ്രശ്നം, അതുപോലെ വീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പ്രൊഡക്റ്റ്. അതിൽ സഹായിക്കുന്ന ഒന്നാണ്. കാരണം അതിൽ ഐസോത്തിയോസൈനേറ്റ്സ് എന്ന് പറയുന്ന ഒരു സംയുക്തം അടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു വലിയ ഘടകമാണ് ഈ പറഞ്ഞത്. അതുപോലെ മറ്റൊന്നാണ്, സാധാരണ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ആന്റി ഓക്സിഡേറ്റീവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അത് കാരണം വളരെയധികം വിഷമം വരുന്ന, നമുക്ക് വിഷമങ്ങൾ കലരുന്ന ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് അതിനെ ഇല്ലാതെയാക്കാൻ കഴിവുള്ള, എന്ന് പറഞ്ഞാൽ ഡെയിലി ഡിറ്റോക്സിന്റെ ചെറിയൊരു പണിയും കൂടി എടുക്കുന്നുണ്ട് എന്നർത്ഥം. ഈ രൂപത്തിലാണ്. പിന്നെയോ അതേപോലെ ബ്ലഡ് ഷുഗറിന്റെ ഒരു റെഗുലേഷനും അതിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ പോലെയുള്ള പ്രോട്ടീനുകൾ വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാൻ സഹായിച്ചേക്കാം. അപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്? ആന്റി ഓക്സിഡന്റിന്റെ ഗുണം കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ പ്രവർത്തിക്കുന്ന വിഷങ്ങളെ തള്ളാൻ കഴിവുണ്ട്. ഇൻസുലിൻ പോലെയുള്ള പ്രോട്ടീനുകൾ വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാൻ സഹായിക്കുന്നു. അപ്പൊ ചെറിയ തിരക്ക് പ്രമേഹ രോഗികൾക്കും അത് ഉപയോഗിച്ചാൽ പറ്റും. പിന്നെ മറ്റൊന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ് വീക്കം, അതുപോലെ നീർക്കെട്ട് പോലത്തതും.
ഇതാണ് മുരിങ്ങ ചേർത്തത് കൊണ്ട് ഈ ക്യാപ്സൂളിന് പ്രധാനമായിട്ട് ഒരു ഗുണം ലഭിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒന്നാണ് പൈപ്പറിൻ. എന്താണ് പൈപ്പറിൻ എന്ന് പറഞ്ഞാൽ? അത് പിന്നെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് ഇൻ ബ്ലാക്ക് പെപ്പർ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ കുരുമുളകിന്റെ ഏറ്റവും ആദ്യത്തെ ലെയർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അതിന്റെ ഒരു സത്ത. നാം കേവലം അത് മനസ്സിലാക്കുക, കുരുമുളകിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വിലമതിക്കപ്പെടാത്ത അത്ര ഒരു മൂല്യമുള്ള അതിന്റെ സത്തയാണ് രണ്ടാമതായി അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് എന്താണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്? ഒന്ന്, നമുക്ക് നമ്മുടെ ജൈവ ലഭ്യത, നമ്മുടെ ശരീരത്തിന് ജൈവ പദാർത്ഥങ്ങൾ ധാരാളം ആണ്, അത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻസിനെ ഒക്കെ ഒരു അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പൊ നാം മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ ആവശ്യമില്ലാത്ത ചില കോശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉപദ്രവം ഇല്ലാതിരിക്കാനും ഇത് പറ്റും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രോഗത്തിന്റെ എല്ലാം പ്രധാന കാരണമാകുന്ന നമ്മുടെ ദഹനം ക്ലിയർ അല്ലാത്തതാണ്. അഥവാ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡൈജഷൻ, നമുക്ക് ശരിക്ക് കൃത്യമായി ബാത്റൂമിലേക്ക് പോയാൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത തരത്തിൽ നമുക്കുള്ള അത് ഇല്ലാതിരിക്കാൻ, അത് വളരെ ക്ലിയർ ആക്കാൻ വേണ്ടി ഈ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് പെപ്പറിന്റെ അഥവാ കുരുമുളകിന്റെ അംശമായ പൈപ്പറിൻ, പെപ്പർ എന്ന് പറഞ്ഞാൽ കുരുമുളക്, പൈപ്പറിൻ എന്ന് പറയുന്നതാണ് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സത്ത എന്ന് നാം ഇപ്പൊ മനസ്സിലാക്കുക. അത് നമ്മുടെ ദഹനം നമുക്ക് ഉണ്ടാക്കി തരും. അതുപോലത്തെ കാരണം എന്താ, ഈ ദഹനത്തിന് വരുന്ന കുറെ എൻസൈമുകൾ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ വരുമ്പോൾ ചില എൻസൈമുകൾ അതിൽ രൂപീകരിക്കും. അതിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടുകൊണ്ട് നമുക്ക് എൻസൈം റിലീസ് ആകുകയും അത് ദഹനം ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ ഇതിന്റെ ഒരു ഗുണമാണ്. അതുപോലെ തന്നെ വേറെ വളരെ പ്രധാനപ്പെട്ടാണ് കോഗ്നിറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം. എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെ പിന്തുണക്കുക. തലച്ചോറിന് നല്ല പ്രവർത്തിക്കാൻ പറ്റുന്ന, അതായത് ബുദ്ധിവികാസം പോലും ഇതുകൊണ്ടുണ്ടാവും എന്ന് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. കുരുമുളക് ചേർക്കുന്നതിലൂടെ, മുരിങ്ങ ചേർക്കുന്നതിലൂടെ, ഈ മുരിങ്ങ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടാലും അതിൽ കുരുമുളകിന്റെ സത്തയും മുരിങ്ങയുടെ സത്തയും ഉണ്ട്. അത് പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മഞ്ഞള്. മഞ്ഞളിനെ ഇവിടെ 2 രൂപത്തിലാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. മഞ്ഞൾ എന്ന് ഒറ്റടിക്ക് പറഞ്ഞാലും 2 രൂപത്തിൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒന്ന്, മഞ്ഞളിന്റെ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ഘടകം, മറ്റൊന്ന് മഞ്ഞളിന്റെ വേരിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. ഇത് രണ്ടിനും ഒരേ ഗുണമുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ ചിലത് ചേർക്കുമ്പോൾ തീവ്രത കിട്ടും. അതുകൊണ്ട് കുർക്കുമിന്റെ കുർക്കുമ ലോങ്ങ പൗഡർ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ കാണുന്നത്. എന്താണ് അത്? അതിന്റെ വേരിൽ നിന്ന്, മഞ്ഞളിന്റെ വേരിൽ നിന്ന് എടുക്കുന്നത്. അതും നേരത്തെ പറഞ്ഞതുപോലെ വളരെ സുഖമുള്ളതാണ്, നീർക്കെട്ടിന് പറ്റുമെന്നത് ഇത് എല്ലാവർക്കും അറിയാം. കാരണം മഞ്ഞൾ നമുക്ക് വല്ല വിഷങ്ങൾ പറ്റിയാലോ എന്തെങ്കിലും പറ്റിയാൽ പഴയ കാലം മുതൽ തന്നെ പച്ചമഞ്ഞൾ അതുപോലത്തെ തേച്ചുകൊണ്ട് ഒരു നാട്ടുവൈദ്യം അറിയാത്ത ആളുകൾ ആരും പണ്ടില്ല. ഈ രൂപത്തിൽ ഏറ്റവും ചുരുങ്ങിയത് എല്ലാവർക്കും അറിയുന്നതാണ്. അതാണെങ്കിലോ വളരെയധികം ഇമ്മ്യൂണി പവർ ഉണ്ടാക്കും, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കും. ഇതാണ് അതും വളരെ നമ്മുടെ ശരീരത്തിൽ, ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു വിഷമേൽക്കുകയോ രോഗം വരികയോ എന്തെങ്കിലും പ്രയാസം വരികയോ നാം അറിയാതെ തന്നെ നമ്മുടെ ശരീരം അതിനെ പ്രതികരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ ഇതിൽ തന്നെ നമുക്കൊരു ഇമ്മ്യൂണി സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം കൊണ്ടാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നാം ഇത് പുറത്തേക്ക് പോകുമ്പോഴും അതുപോലെ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും എത്രയോ അകത്തേക്ക് നാം ശ്വസിക്കുമ്പോൾ ആയിരക്കണക്കിന് ബാക്ടീരിയ, വൈറസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിനെ അവിടെ വെച്ച് തന്നെ നിർവീര്യമാക്കാൻ കഴിവുള്ള ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്. അതിനാണ് ഇമ്മ്യൂണി സിസ്റ്റം എന്ന് പറയാ, പ്രതിരോധ ശേഷി എന്ന് പറയാം. ഈ ശേഷിയെ നമുക്ക് ഇല്ലാതെ പോകുമ്പോൾ അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുമ്പോഴാണ് വിഷലിപ്തമായിട്ടുള്ള ബാക്ടീരിയയും വൈറസും അകത്തേക്ക് വരുമ്പോൾ നാം രോഗിയായി മാറുന്നത്. ഒരുപാട് അതിന് നല്ല ശേഷിയുള്ള സമയത്ത് എന്ത് വന്നാലും പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഈ ഇമ്മ്യൂണിറ്റി കാരണം, ഈ ഇമ്മ്യൂൺ സിസ്റ്റം കാരണം നമുക്ക് രോഗത്തെ തടുക്കാൻ കഴിയും. അത് ഈ കുർക്കുമ ലോങ്ങ പൗഡർ എന്ന് പറയുന്ന മഞ്ഞളിന്റെ വേരിൽ നിന്നെടുക്കുന്ന ആ ഒരു സത്ത കാരണം വളരെയധികം ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നു.
അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കാൻ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഈ പിന്നെ ആന്റി ഓക്സിഡന്റ് എൻസൈമുകൾ റിലീസ് ആകും. എന്ന് പറഞ്ഞാൽ ഇതിനെ നശിപ്പിക്കാനുള്ള ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിലീസ് ആകും, അതിന്റെ പവർ കൂട്ടും. അങ്ങനെ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യും. ഇതോടുകൂടി ഈ മഞ്ഞളിന്റെ വേര് കാരണം മറ്റൊന്ന് ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞതാണ്. ഗട്ട് ഹെൽത്ത് എന്താ? ഗട്ട് ഹെൽത്ത് പറഞ്ഞാൽ നമ്മുടെ കുടലിന്റെ ആരോഗ്യം. ആരോഗ്യകരമായ കുടല്, നമ്മുടെ കുടല് അത് സസ്യങ്ങളെ പിന്തുണക്കുകയും ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ കുറക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ കുടലുകളിൽ വൻകുടലും ചെറുകുടലും ഉണ്ട്. അതിലൊക്കെ മാലിന്യം നിൽക്കുന്നുണ്ട്. ആ മാലിന്യങ്ങളെ ദഹിപ്പിക്കാനും അതിനെ നല്ല രീതിയിലാക്കാൻ നമ്മുടെ ഈ കുടലുകൾക്ക് നല്ല രൂപത്തിൽ ഒരു പവർ ലഭിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അതുപോലെ ഈ കുർക്കുമിൻ വളരെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വിട്ടുമാറാത്ത വീക്കുണ്ടാവും ചില ആളുകൾ. സാധാരണ എന്തെങ്കിലും തട്ടുമ്പോഴേക്ക് വിഷം വരുമ്പോഴുള്ള വീക്കത്തിന് പുറമെ വിട്ടുമാറാത്ത വീക്കം, എന്ത് കഴിച്ചാലും ഇവിടെ നീർക്കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതും ഒക്കെ നിർവീര്യമാക്കാൻ വളരെ സിദ്ധിയുള്ള രൂപത്തിലാണ് നമ്മുടെ ഈ കുർക്കുമ എന്ന് പറയുന്ന മഞ്ഞളിന്റെ. അതുപോലെ ജോയിൻ ആൻഡ് മസിൽ ഹെൽത്ത്, നമ്മുടെ ജോയിന്റ് പെയിൻ, മസിലുകൾ, സന്ധികളിലുള്ള വേദന കുറക്കാൻ കഴിയും. ഇന്ന് കാൽമുട്ടിനും അതുപോലെ കൈമുട്ടിനും വിരലുകൾക്ക് എന്ന് വേണ്ട നമ്മുടെ ഓരോ സന്ധികൾക്കും വളരെയധികം വേദനയുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ പ്രകൃതി, നമ്മുടെ ഭക്ഷണം മാത്രമല്ല, ഈ തണുപ്പ് കാലത്ത് ഇത്രയും വേദനയുള്ള ആളുകൾക്ക് അത് കുറച്ച് കൂടുകയും ചെയ്യും. അതുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ടല്ലോ, അവർക്ക് കാൽമുട്ട് വേദനയാണ്, അതുപോലെ കൈമുട്ട് വേദനയാണ്, എണീക്കാൻ കഴിയുന്നില്ല എന്ന ആളുകളും ഇതും ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ സന്ധികളുടെയും പേശികളുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് കഴിയും. അതുകൊണ്ട് നാം ഈ പ്രൊഡക്റ്റിൽ ഒരുപാട് ഘടകങ്ങൾ, നമുക്ക് ഇമ്മ്യൂണോ 3 ഉപയോഗിക്കുന്ന ഒരു ഗുണം കിട്ടുന്നുണ്ട്, നോവേദന ക്യാപ്സൂൾ ഉപയോഗിക്കുന്ന ഗുണം കിട്ടുന്നുണ്ട് എന്ന് തുടങ്ങി പലതിനും കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളിൽ ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് കിട്ടും. അതുപോലെ വെൽഹാർട്ടിന്റെ ഗുണം പോലും കിട്ടും. ഹൃദയത്തിനുള്ള ആരോഗ്യം കിട്ടുന്നുണ്ട്, നമ്മുടെ ഹൃദയാരോഗ്യത്തെ പിന്തുണക്കുന്നുണ്ട്. കാരണം എന്താ? അതിൽ പ്രവർത്തിക്കുന്ന അതിന്റെ രക്തക്കുഴലുകളുടെ ഉള്ളിലേക്കുള്ള ഒരു എൻഡോത്തീലിയം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. രക്തക്കുഴലിന്റെ ഉള്ളിലുള്ള ഒരു പാളിയാണ്. അതിന് പവർ ലഭിക്കാൻ ഇതുകൊണ്ട് ഗുണം കിട്ടും. അതുപോലെ തന്നെയാണ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ്, നമ്മുടെ വൈജ്ഞാനികമായ പ്രവർത്തനം മെച്ചപ്പെടുത്തും. നാം ചിന്തിക്കുന്നത്, നാം പഠിക്കുന്നത്, നാം മനസ്സിലാകുന്നൊക്കെ നമ്മുടെ ഒരു ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് കിട്ടുമ്പോൾ, അഥവാ നമ്മുടെ തലച്ചോറിന് വലിയ ബുദ്ധിവികാസത്തിനും തലച്ചോറിന് തകരാറ് വരുന്ന സംഭവങ്ങളൊക്കെ തടുക്കാനൊക്കെ കഴിയുന്ന രൂപത്തിലാണ് ഇതുള്ളത്. അതുകൊണ്ട് നാം വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കി വെക്കുക, ഇതിന്റെ ഒരു ഹോളിസ്റ്റിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യം മനസ്സിലാക്കാൻ പറ്റി ഈ വിഷയത്തിൽ നിന്ന്. ഒന്നാമത്തത് ചർമ്മത്തിന്റെ, ഇനി ഞാൻ ടോട്ടലി ഇപ്പൊ നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളെയാണ് പറയുന്നത്. ഒന്ന്, ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും. മറ്റൊന്ന്, വീക്കം കുറക്കും, ഫ്രീ റാഡിക്കലുകൾ ചെറുക്കും, ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കും, യുവത്വം നിലനിർത്തും. അതുകൊണ്ട് നമ്മുടെ തൊലിക്കും ഗുണാണ്. പിന്നെ ദഹനം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ വയറ് വേദനക്കും ഇത് പരിഹാരം വരും. അതെങ്ങനെയാ ദഹനത്തിന് പറ്റും? ദഹനം കൃത്യമായി നടക്കുമ്പോൾ വയറിന്റെ ആ ഒരു പ്രശ്നം തീരും, വയറ് വേദന കുറയും. അതുമൂലം അപ്പൊ ഇത്രയും ഗുണങ്ങളാണ് ഇതിന് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത് ഇത്രയും ഗുണങ്ങൾ കിട്ടുന്നതോട് കൂടി മറ്റൊന്നാണ് ഇതിന്റെ ഗുണം, ബോൺ ഹെൽത്ത്, നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം. അത് കാരണം എന്താ? അത്യാവശ്യം കാൽസ്യവും മാഗ്നീഷ്യവും ഒക്കെ ഉള്ള ഒരു ധാതുക്കൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതോടുകൂടി ബോൺ ഹെൽത്ത് എന്ന് പറയുന്നത് ഒന്ന് നടക്കും. പിന്നെ ഇമ്മ്യൂൺ സപ്പോർട്ട് നമ്മൾ പറഞ്ഞു, രോഗപ്രതിരോധം. അപ്പൊ ആകയാൽ നാം മനസ്സിലാക്കുക, നമുക്ക് സ്കിൻ ഹെൽത്ത് ആണ് ഒന്നുള്ളത്, അഥവാ തൊലി സംബന്ധമായ ആരോഗ്യം. മറ്റൊന്ന് ഗട്ട് ഹെൽത്ത്, മറ്റൊന്ന് മൂന്നാമത്തത് ബോൺ ഹെൽത്ത്. 4 ഇമ്മ്യൂൺ സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ പ്രതിരോധത്തെ വർദ്ധിപ്പിക്കാനുള്ളത്. അഞ്ചാമത്തെ ഉപയോഗമാണ് ഇൻഫ്ലമേറ്ററി എഫക്ട്സ്, വീക്കം പരിഹരിക്കാനുള്ള അവസ്ഥ. പിന്നെ വേറൊന്നാണ് തലച്ചോറുമായി ബന്ധപ്പെട്ടതിന് കോഗ്നിറ്റീവ് എന്നാ പറയാ, കോഗ്നിറ്റീവ് ആൻഡ് മെന്റൽ വിഷയങ്ങളൊക്കെ, നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടതിനൊക്കെ എല്ലാത്തിനും ആരോഗ്യം കിട്ടുന്ന ഒരവസ്ഥ. പിന്നെ ഇതോടുകൂടെ ഹൃദയാരോഗ്യം, കൊളസ്ട്രോൾ കുറക്കാൻ പറ്റും.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെൽഹാർട്ടിന്റെ പണിയെടുക്കുന്നുണ്ട്, ഡെയിലി ഡിറ്റോക്സിന്റെ പണിയെടുക്കുന്നുണ്ട്, നോവേദന ക്യാപ്സൂളിന്റെ പണിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി പലതിന്റെയും പണിയെടുക്കുന്നത് മൂലം ഇതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇത്. ഇനി ഇത് ആർക്ക് കഴിക്കാമെന്ന്, ഇത് വലിയവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. നമ്മ ചെറിയ കുട്ടിയില്ല, എന്നാലും ഒരു 14-15 വയസ്സ് മുതൽ കൊടുക്കാൻ പറ്റും. ഇത് 14 വയസ്സ് മുതൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അത് ഒരു ക്യാപ്സൂൾ വീതം 2 നേരം കൊടുക്കാം, യാതൊരു വിരോധവുമില്ല. നന്ന ചെറിയ കുട്ടികൾക്കല്ല, കാരണം ദഹനക്കേടിന്റെ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദഹിക്കാത്ത മറ്റുള്ള എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവാൻ കാരണമാകും. അതുകൊണ്ട് നന്ന ചെറിയ കുട്ടികൾക്കല്ല എന്ന് നാം ഇതിനെക്കുറിച്ച് കേവലം മനസ്സിലാക്കുന്നതോടുകൂടി ഇനി നമ്മുടെ ലോഞ്ച് ചെയ്ത മറ്റൊന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്ന എന്താണ് വൈറ്റമിൻ സിയുടെ ഉപകാരം, അതിന്റെ എന്താണ് പണി? വൈറ്റമിൻ എന്ന് പറഞ്ഞാലാണ് നാം മനസ്സിലാക്കേണ്ടത് വൈറ്റമിൻ സി എന്നതും അതുപോലെ വൈറ്റമിൻ എന്ന് പറയുന്നതും വിറ്റാമിൻ എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ അതിന് പറയുമ്പോൾ വൈറ്റമിൻ എന്ന് പറയും, നാം അത് മലയാളത്തിലേക്ക് വരുമ്പോ വിറ്റാമിൻ എന്ന് പറയും. രണ്ടും സാധനം ഒന്നാ. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കും, ചില ആളുകൾ വൈറ്റമിൻ എന്ന് പറയും, ചില ആളുകൾ വിറ്റാമിൻ എന്ന് പറയും. രണ്ടും ഒന്നാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാവുന്ന ഒരുപാട് അത്യാവശ്യമായി വരുന്ന ഒന്നാണ്. അതിൽ ചില വൈറ്റമിൻ ഒന്നും ശരീരത്തിൽ സ്ഥിരമായി കിട്ടുന്നതല്ല, മറ്റു ഭക്ഷണങ്ങളിൽ നിന്നും പുറത്തു നിന്നും കിട്ടുന്ന ഒന്നാണ്. അത് മാത്രമല്ല, ഒരു വിറ്റാമിൻ സ്ഥിരമായി ശരീരത്തിൽ നിൽക്കാനും നിൽക്കൂല. 2 രൂപത്തിലുള്ള വിറ്റാമിൻ ഉണ്ട്. ഒന്ന് കൊഴുപ്പിലുണ്ടാകുന്നതും മറ്റൊന്ന് വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ. അതായത് വിറ്റാമിൻ 1, വിറ്റാമിൻ 2, 3, 5, 6, 7, 9, 12 തുടങ്ങിയ വിറ്റാമിനുകളൊക്കെ, വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, ഇതൊക്കെ വെള്ളത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിൽ ദിവസേന ഇത്ര അളവ് വെള്ളം വേണം എന്നത് നമുക്ക് നിർബന്ധമാണ്. പിന്നെ ചിലത് കൊഴുപ്പിൽ നിന്നുണ്ടാകുന്ന വിറ്റാമിനാണ്. ഇത് ശരീരത്തിൽ തന്നെ സംഭരിക്കുകയാണ്. അതിനാൽ അധികം അളവിലൊന്നും ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതായത് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ ഇതിലടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങൾക്കനുസരിച്ചാണ് എയും ബിയും സിയും ഒക്കെ ആയി മാറുന്നത് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് വിറ്റാമിൻ കൊഴുപ്പുകളിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻസ് ആണെങ്കിൽ അധികം ശരീരത്തിൽ ആവശ്യമില്ല, കാരണം സംഭരിച്ചു കൊണ്ടിരിക്കും. അതല്ല വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണെങ്കിലോ അത് നമുക്ക് കൂടെ കിട്ടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നിശ്ചിത അളവിൽ ദിവസവും വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം. അത് പിന്നെ അങ്ങനെ വരുമ്പോ ഈ വിറ്റാമിൻ സി, അതാണല്ലോ നമ്മൾ പ്രതിപാദിക്കുന്നത്, അതിലേക്ക് വരാം. വിറ്റാമിൻ സി എന്ന് പറയുന്നത് വിറ്റാമിൻ സി അതാണ്. അതിൽ അടങ്ങിയിട്ടുള്ള ഘടകവും ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട വിറ്റാമിൻ സി നമുക്ക് കാണാം. അത് സിങ്ക് വിത്ത് അംല ആൻഡ് ടെർമറിക് എന്നാണ് അതിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ സിങ്ക് എന്ന് പറയുന്ന ഒരു ഘടകവും അതുപോലെ നെല്ലിക്ക, നമ്മുടെ ഇന്ത്യൻ നെല്ലിക്കയും അതിൽ ചേർത്തിട്ട് ടെർമറിക്, നേരത്തെ പറഞ്ഞ മഞ്ഞള്. അപ്പൊ നേരത്തെ മുരിങ്ങയിൽ ഉപയോഗിച്ച ആ മഞ്ഞളിന് പറയപ്പെട്ട എല്ലാ ഗുണങ്ങളും ഈ വിറ്റാമിൻ സിയിൽ ഉൾപ്പെടുന്നുണ്ട്. വിറ്റാമിൻ സിയിൽ ഉൾപ്പെടുന്നതിൽ അതിനോട് കൂടെയാണ് ഈ നെല്ലിക്കയും അതുപോലെ സിങ്ക് എന്ന് പറയുന്ന ഒരു പദാർത്ഥവും കൂടിയിട്ടാണ് ഈ വിറ്റാമിൻ സി. ഇത് ചൂവബിൾ ആണ്, ചൂവബിൾ ക്യാപ്സൂളാണ്. ആർക്കെ ചൂവബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ അറിയില്ല. സാധാരണ ചവച്ചരക്കുന്ന മിഠായി ഒക്കെ തിന്നുന്ന ലാഘവത്തോടു കൂടി കഴിക്കാൻ പറ്റും. ഇതിന് ചൂവബിൾ എന്നാ പറയുന്നത്. നമ്മൾ സാധാരണ ക്യാപ്സൂള് കേട്ടില്ലേ, ക്യാപ്സൂള്, അതുപോലെ തന്നെ ടാബ്ലറ്റ്, ക്യാപ്ലറ്റ്, ചൂവബിൾ ടാബ്ലറ്റ്. ചൂവബിൾ ടാബ്ലറ്റ് ആണെന്ന് പറഞ്ഞാൽ മിഠായി തിന്നുന്നത് പോലെ അതിന് വെള്ളം ഒന്നും വേണ്ട, അതങ്ങനെ ചവച്ചരക്കുന്ന രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഏകദേശം 90 ഗുളികകൾ ഉണ്ട് എന്നും അതിൽ എഴുതിയിട്ടുണ്ട് ആ ബോട്ടിൽ. അപ്പൊ മനസ്സിലാക്കാം 1 വീതം 3 നേരം ആയിരിക്കാം എന്ന്. ഇനി ഇതൊന്നും ആർക്കും ഉപയോഗിച്ച് ശീലം ഉണ്ടാവില്ല, കാരണം പുതിയതായിട്ട് വന്നതേ ഉള്ളൂ. ഇനി അതിനെക്കുറിച്ച് ചെറിയ ഒരു പഠനം നമുക്ക് നടത്താം. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിറ്റാമിൻ സിയിൽ അടങ്ങിയിട്ടുള്ള 3 ഘടകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിറ്റാമിൻ സി തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നെല്ലിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മഞ്ഞൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഈ നെല്ലിക്കയെ കുറിച്ച് പറയാം. നെല്ലിക്കയാണ് വിറ്റാമിൻ സി ഇഷ്ടംപോലെ ഉള്ളതാണ്, ഫൈബർ ഉള്ളതാണ്. നെല്ലിക്കയുടെ ഗുണങ്ങൾ അറിയാത്ത ആരുമില്ല. അത് മാത്രമല്ല അത് റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ആണ്.
എന്ന് പറഞ്ഞാൽ ഏറ്റവും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് എന്നർത്ഥം. ആന്റി ഓക്സിഡന്റ് നേരത്തെ വിശദീകരിച്ചു. അതിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ സിയും ഉണ്ട്. വിറ്റാമിൻ സി ഉണ്ട്. അതുപോലെ പിന്നെ ആൻസി പോളിഫെനോൾ എന്ന് പറഞ്ഞ രാസസംയുക്തങ്ങളുടെ ഒരു കൂട്ടം തന്നെ അതിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ കടക്കുന്ന ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഓക്സിഡന്റേറ്റീവ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ ഈ ഇത്രയും വിഷങ്ങൾ കയറിയിട്ട് നമുക്ക് വലിയൊരു സ്ട്രെസ് വരാനുണ്ട്, അതൊക്കെ കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ഈ നെല്ലിക്കക്കും നേരത്തെ പറഞ്ഞ ഇമ്മ്യൂൺ സപ്പോർട്ട് ഉണ്ട്, രോഗപ്രതിരോധ അതിനെ പിന്തുണക്കുന്ന ഘടകങ്ങൾ നെല്ലിക്കയിലും ഉണ്ട്. അതുകൊണ്ട് നല്ല രോഗപ്രതിരോധ പ്രതികരണം തന്നെ വർദ്ധിപ്പിക്കും. പിന്നെ ഈ നെല്ലിക്ക ഉള്ളത് കൊണ്ട് ലിവർ ഹെൽത്ത്, നമ്മുടെ കരളിന്റെ ആരോഗ്യം, നമ്മുടെ കരളിന് വലിയ ആരോഗ്യം ലഭിക്കുന്ന ഒന്നാണ് ഈ വിറ്റാമിൻ സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗം മൂലം നമുക്ക് സാധിക്കുന്നത്. അത് പിന്നെ അതിൽ നേരത്തെ ഉള്ള ഒരു ഗുണം കൂടി, ഡൈജസ്റ്റീവിന്റെ ഒരു ദഹനം നടക്കുന്ന, നമ്മുടെ ഡൈജഷൻ നടക്കുന്ന ഒരു പ്രക്രിയ കൂടി ഈ വിറ്റാമിൻ സിയുടെ ഉപയോഗത്തിൽ കിട്ടും. അത് ദഹനം വർദ്ധിപ്പിക്കും. അതുപോലെ ലഘുവായ പോഷകമായി പ്രവർത്തിക്കും. കുടലിന്റെ ആരോഗ്യവും, നാം നേരത്തെ പറഞ്ഞ കുടലിന്റെ ആരോഗ്യവും അത് കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ്. പിന്നെ വേറെ ഒന്ന് ബ്ലഡ് പ്രഷർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ, നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ പോലെയുള്ള പ്രോട്ടീൻ, അതിന്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഈ അമ്ല കൂടുന്നത് കൊണ്ട്, നെല്ലിക്ക കൂടുന്നത് കൊണ്ട് നമ്മുടെ വിറ്റാമിൻ സി എന്ന പ്രൊഡക്റ്റിന്റെ ഒരു മെച്ചം ഉള്ളത്. പിന്നെ അതിൽ അടങ്ങിയിട്ടുള്ള മറ്റൊന്നാണ്, അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നാം ഇപ്പൊ പറഞ്ഞുപോയി. ഏത് മഞ്ഞളിന്റെ സത്തയാണ് 95% ഈ കുർക്കുമ ലോങ്ങ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞളിന്റെ വേരിൽ നിന്നെടുക്കുന്ന സത്തയാണ്, അതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൽ ചേർത്തിട്ടുള്ള ഒന്ന്. നേരത്തെ മഞ്ഞളിനെ കുറിച്ച് വിശദീകരിച്ചത് കൊണ്ട് അത് പറയേണ്ടതില്ല. പിന്നെ മറ്റൊന്നാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടാണ് സിട്രസ് ബയോ ഫ്ലവനോയിഡുകൾ എന്ന് പറഞ്ഞാൽ പുളിരസങ്ങളുള്ള, അതിനാണ് നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സിട്രസ് ഫലങ്ങൾ, ഈ വിറ്റാമിൻ സി ലഭിക്കുന്നത് പുളിരസങ്ങളുള്ള, അതായത് ഓറഞ്ച്, നാരങ്ങ, മുന്തിരി ഒക്കെ പോലെയുള്ള ഫ്രൂട്ട്സിൽ നിന്ന് ലഭിക്കുന്ന അതിനാണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയാം. ഈ സിട്രസ് ലഭിക്കുന്നത് കാരണം വിറ്റാമിൻ സി അതിൽ വരും. അതിൻ്റെയും പ്രധാനപ്പെട്ട ഒന്ന് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളാണ്. പിന്നെ ഈ നമ്മുടെ കോശങ്ങൾക്ക് വരുന്ന നാശങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഘടകം. പിന്നെ ഇതിൽ നമുക്ക് നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ, രക്തം നന്നായി ഓടാൻ പറ്റുന്നത്, രക്തചംക്രമണം എന്ന് നാം പറയാറില്ലേ, ബ്ലഡ് സർക്കുലേഷൻ, രക്തം നന്നായി ഓടും. കാരണം എന്താണ്, നമ്മുടെ പിന്നെ കാപ്പിലറി നാം കേട്ടിട്ടുണ്ടാവും മുമ്പ്, വെൽഹാർട്ട് ഒക്കെ പഠിക്കുന്ന സമയം നമ്മുടെ പിന്നെ ചെറിയ രക്തനാളികളുടെ ഉള്ളിലുള്ള ചെറിയ ഭാഗങ്ങളാണ്, ഏറ്റവും ചെറിയ ഭാഗങ്ങൾക്ക് നമ്മൾ കാപ്പിലറി എന്ന് പറയാം. ഈ കാപ്പിലറികളെ ശക്തിപ്പെടുത്താൻ ഈ പ്രൊഡക്റ്റിന് കഴിയും. അതിനുള്ളിലുള്ള ഡാമേജ്, അതുകൊണ്ട് നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കും. ആ നാരുകളുടെ ഇടയിലുള്ള ചതവുകളൊക്കെ കുറക്കും. അതുവഴിയായിട്ട് നമുക്ക് നമ്മളെ ആരോഗ്യം, നല്ല ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടക്കും. നമുക്ക് വരാൻ പോകുന്ന ബ്ലോക്ക് പോലെയുള്ളതിനൊക്കെ കുറക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഉപയോഗിക്കുമ്പോൾ നേരത്തെ മുരിങ്ങ ഉപയോഗിച്ചതുപോലെ തന്നെ ഇമ്മ്യൂണോ ബൂസ്റ്ററും, നമുക്കൊരു പ്രതിരോധം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. അതേപോലെ സ്കിൻ ഹെൽത്ത്, നമ്മുടെ തൊലി സംബന്ധം, ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും. പിന്നെ നമ്മുടെ ഹിസ്റ്റമിൻ റിലീസ് ആകുക, അലർജിക്ക് പറ്റും. അലർജിക്ക് കാരണമാകുന്ന ഒന്നാണ് ഹിസ്റ്റമിൻ റിലീസ്. അലർജിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാകുന്ന വല്ല സാധനങ്ങളും ഉള്ളിലേക്ക് കടന്നാൽ അത് സ്വമേധയ അത് ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. എന്നിട്ട് അതിനെ ആ അലർജിക്ക് കാരണമാകുന്നവയെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്താതെ, അല്ലെങ്കിൽ കോശങ്ങളുടെ ഉള്ളിലേക്ക് കടത്താതെ അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പ്രത്യേക ഒരു സിസ്റ്റം ഉണ്ട്. അതിനുപയോഗിക്കപ്പെടുന്ന ഹിസ്റ്റമിൻ, അതാണ് ഹിസ്റ്റമിൻ. ആ ഹിസ്റ്റമിൻ കൂടുതൽ റിലീസ് ചെയ്യുമ്പോൾ അലർജി കുറയാൻ കാരണമാകും.
ഒരു മാസ്റ്റ് സെൽസ് രൂപപ്പെടും അവിടെ. അതിനെ സംരക്ഷിക്കുന്ന ഒന്നാണ്. അത് കൂടുതൽ ആന്റി അലർജിയിൽ പറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. ഏതാവട്ടെ ഈ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാൻ കൂടുതൽ ഉപകാരപ്പെടും. ഇതാണ് ഈ മഞ്ഞളിന്റെ അതുപോലത്തെ ഈ ഉപയോഗം കൂടി മനസ്സിലാക്കുക. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിങ്ക് എന്ന് പറയുന്നത്. അത് മനുഷ്യ ശരീരത്തിലെ നിരവധി രാസപ്രക്രിയകൾക്ക് അനിവാര്യമായ ഒന്നാണ് സിങ്ക്. ഈ സിങ്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനം നടക്കണം, ഒരുപാട് രാസപ്രവർത്തനം നടക്കണം. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിങ്ക് എന്ന് മനസ്സിലാക്കുക. ഇത് ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കുള്ള നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളും എല്ലാത്തിലും ഉണ്ട്. അപ്പേ നമുക്ക് പവർ കിട്ടുള്ളൂ. അമ്ല ചേരുമ്പോ, മഞ്ഞൾ ചേരുമ്പോ, സിങ്ക് ചേരുമ്പോ ഇതൊക്കെ നമുക്ക് ശരീരത്തിൽ പ്രതിരോധ ശേഷി ഉണ്ടാക്കി തീർക്കുകയാണ്. മാത്രമല്ല ഇത് ചേരുന്നതോട് കൂടി മറ്റൊരു ഗുണം കൂടി ഇതിലുണ്ട്. വൂണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ മുറിവ് ഉണക്കാൻ കഴിയും. അപ്പൊ മുറിവ് ഉണക്കാൻ ആ വൂണ്ട് ഹീലിംഗ് തേക്കാൻ കൊടുക്കുന്നതോടുകൂടി തന്നെ വിറ്റാമിൻ സിയുടെ കുറവുള്ളത് കാരണം ഒരു പക്ഷേ മുറിവ് ഉണങ്ങാൻ താമസം വരുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് അവരെ മുറിവ് ഉറങ്ങുന്ന ഒന്നാണ് അത് വൂണ്ട് ഹീലിംഗ്. അപ്പൊ സിങ്ക് ഉപയോഗിക്കുന്ന ഒന്ന് ഇമ്മ്യൂൺ സപ്പോർട്ട്, രണ്ട് വൂണ്ട് ഹീലിംഗ്, മുറിവ് ഉണങ്ങാൻ പറ്റും. കാരണം എന്താണ്, അതിൽ നമ്മുടെ മുറിവ് ഉണങ്ങുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ടിഷ്യൂ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ആ മുറിവ് ഉണങ്ങുന്ന ആ ഒരു പ്രോസസ് അതിന് എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അത് സ്കിൻ ഹെൽത്ത്, നേരത്തെ പറഞ്ഞ ചർമ്മം, നമ്മുടെ തൊലികളിൽ വന്നുകൂടുന്ന തൊലിക്കുണ്ടാകുന്ന വീക്കം, ബാക്ടീരിയ കൂടി വരുന്നതൊക്കെ കുറച്ച് നമ്മുടെ തൊലിയെ നമുക്ക് ഉഷാറാക്കി കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെയാണ് ആന്റി ഓക്സിഡന്റിന്റെ ഒരു റോൾ അതിലുണ്ട്. പിന്നെ ഹോർമോൺ ബാലൻസ് ചെയ്യുക എന്നത് വലിയൊരു പ്രധാനമാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻബാലൻസ്ഡ് ആയ ഹോർമോൺ ഉണ്ടാകുമ്പോൾ കൃത്യമായി കിട്ടേണ്ട ഹോർമോൺ കൃത്യമായി കിട്ടാതിരിക്കുകയും ആ ഹോർമോൺ കൂടുതലാവുകയും കുറഞ്ഞാവുകയും ഒക്കെ ചെയ്താൽ ചിലതൊക്കെ പ്രശ്നമാണ്. അതിനെ ഒരു ബാലൻസ് ചെയ്യുക, ഇൻബാലൻസ് ഉള്ളതിനെ ബാലൻസ് ചെയ്ത് നിലനിർത്താൻ കഴിയുന്ന വലിയൊരു പ്രൊഡക്റ്റ് ആണ് ഇത് എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ അതോടുകൂടി ബ്രെയിൻ ഫങ്ഷൻ, നമ്മുടെ തലച്ചോറിന്റെ മസ്തിഷ്ക പ്രവർത്തനം നമുക്ക് നന്നായി വരും. അത് വൈജ്ഞാനികമായ ഒരു പ്രവർത്തനമാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും നമ്മൾ ന്യൂറോണൽ എന്ത് വിഷയമാണെങ്കിലും ശരി, അതിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ, ഒന്ന് ഉയർത്തിക്കാട്ടാൻ, അല്ലെങ്കിൽ അതിനൊരു ആരോഗ്യം കിട്ടാൻ നമ്മുടെ തലച്ചോറിനൊക്കെ ഒരു ഗുണം കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് ബ്രെയിൻ ഫങ്ഷനെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇതുള്ളത്. ഈ വിറ്റാമിൻ സി കിട്ടുന്നതോടുകൂടി എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് വരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഒന്ന്, ഫ്രീ റാഡിക്കൽസ് കുറഞ്ഞു കിട്ടും, ഇമ്മ്യൂൺ സിസ്റ്റം കുറയും. അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നീർക്കെട്ടിന്, വീക്കത്തിനെതിരെയുള്ള ഒരു സംവിധാനം കിട്ടും. നമ്മുടെ തൊലിക്ക് നന്നാവും. അതുപോലെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ കുടലിനുള്ള ഒരു ഹെൽത്ത് കിട്ടും. ബോൺ ഹെൽത്ത്, നമ്മുടെ എല്ലുകൾക്ക്. അതുപോലെ തന്നെ എനർജി ആൻഡ് വിറ്റാലിറ്റി, നല്ല ഊർജവും ഒരു ചൈതന്യമൊക്കെ രൂപപ്പെടും. ഇതൊക്കെ വിറ്റാമിൻ സി കയറുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന വലിയ ഒരു ഗുണമാണ് എന്ന് നാം കേവലം മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുള്ള 2 പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ കേവലം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിലോ അഭിപ്രായമുണ്ടെങ്കിലോ ഒക്കെ ചോദിക്കാനുള്ള ഒരു അവസരവും നീക്കിവെക്കാം. ഏതാവട്ടെ മറ്റൊരു ഒന്നാണ് കുട്ടികൾക്ക് ഇറങ്ങിയിട്ടുള്ള ആയുർവേർ ഡ്രോപ്സ്. വലിയവർക്ക് ലിവഗെയിൻ എന്തെല്ലാം കാര്യത്തിന് ഉപകാരപ്പെടുന്നു അതൊക്കെ ഉപകാരപ്പെടും. കുട്ടികളിൽ അപ്പൊ നമുക്കൊരു സംശയമുണ്ട്, നമുക്ക് ഈ രോഗം വരുന്നതിന് മുമ്പ് രോഗം വരാതിരിക്കാനുള്ള ഒരു കാവലാണ് വെൽനസ്. ചെറിയ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ എന്നതാ, ശരിക്കും ആവശ്യമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം വലിയ വലിയ സയന്റിസ്റ്റാണ് തെരഞ്ഞെടുത്തത് ചെറിയ കുട്ടികളുടെ കരളിന്റെ, ലിവറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു പരിഹാരം, അത് അവർക്കുണ്ടാകുന്ന ഗ്യാസ്, ദഹനക്കേട്, ചില കുട്ടികൾ പാല് കുടിച്ച ഉടനെ ഛർദിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അത് കൃത്യമായി ദഹനം നടക്കാത്തത് കൊണ്ട് പാല് ഛർദിച്ചു പോകുന്നതാണ്. ഈ കുട്ടികൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണ് നമ്മുടെ ആയുർവേർ എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇറങ്ങിയിട്ടുള്ളത്, ഒരു ക്ലാസ്, ഒരു പഠനം തന്നെ അതിലുള്ള കാരണം 15ഓളം പ്രൊഡക്റ്റ് അതിലുണ്ട്. 15ഓളം സംഗതി അതിലുണ്ടാകുമ്പോൾ ഓരോന്നും ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പ്രൊഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട്
ഈ കുട്ടി കേവലം നാം മനസ്സിലാക്കുക, ലിവഗെയിൻ നാം വലിയവർക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു. അത് ചെറിയ കുട്ടികൾക്ക് ഈ ആയുവീർ എന്ന് പറയുന്ന ചെറിയ ഡ്രോപ്സ്, തുള്ളിമരുന്നുകളായിട്ടാണ് അത് ഇങ്ങനെ ഇട്ടിച്ച്. ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ കൊടുക്കാം, ഒരു 5 തുള്ളി. അവിടുന്ന് അങ്ങോട്ടുള്ളതാണെങ്കിൽ ഒരു 10 തുള്ളി എന്ന രൂപത്തിലൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. പിന്നെ വേറെ ഒന്നാണ്, പിന്നെ അൻറ്റാസിഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ നെഞ്ചിരിച്ചല്, തലവേദന, ഓക്കാനം തുടങ്ങിയ അസിഡിറ്റി പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമായിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. ഇത് രണ്ടും നാം മനസ്സിലാക്കുക.